ഹലോ ഗായ്സ്, അപ്പോൾ വീണ്ടും ഒരു മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. രാവിലെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ 12 മണിയായിരുന്നു, ഉച്ചയായിരുന്നു. രാത്രി ഞങ്ങൾ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല, ഫോണൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ മിന്നു സുനിൽ എഴുന്നേറ്റായിരുന്നു കേട്ടോ. അത് മിന്നു ഫോൺ കണ്ടതിൻ്റെ ഒരു ഷോക്കിൽ നിൽക്കുക ആദ്യം എഴുന്നേറ്റോടെ തന്നെ. അത് കഴിഞ്ഞ് മിന്നു ബ്രഷൊക്കെ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ബിനു എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആര്യ എഴുന്നേറ്റിട്ടുണ്ടായി. ആരെയും ആ ഫോണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളൊരിതിലായിരുന്നു ആദ്യം നിന്നേച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർത്ത അയ്യോ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ടതാണല്ലോ എന്ന് ഓർത്തത്. അത് കഴിഞ്ഞിട്ട് അവൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെന്തോ ഇന്നലത്തെ എന്തോ കാര്യം പറഞ്ഞെന്ന് ഞാൻ നേരത്തെ ഉറങ്ങിയായിരുന്നു. അപ്പോൾ അവളെന്തോ ഇന്നലത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും എന്നോട്. അതെ, ഞാനിപ്പോൾ മണി പ്ലാന്റിന് വെള്ളം കൊടുക്കണം. അപ്പോഴാണ് എഴുതിയുള്ള ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന കാര്യം പറഞ്ഞത്. ഈ ഒരു മണി പ്ലാന്റ് ഞാൻ മാത്രമേ ഇവിടെ നോക്കാറുള്ളൂ ഗൈസ്. അത് ഞാനൊരു സ്ഥലത്ത് തന്നെയാണ്. അത് ഏത് സ്ഥലത്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് അടി കിട്ടും. സോ ഞാനിത് നമ്മുടെ സ്വന്തം മണി പ്ലാന്റ് ആണ് ഗൈസ്. സ്വന്തം പറയും, നോക്കുന്നത് ഞാൻ മാത്രം. രാവിലെ തന്നെ പക്ഷെ ഒരു ഇരുട്ട് പോലെ എല്ലാവരും ഇതിന് ജീവൻ വെപ്പിച്ചത് ആര്യാന്തയാണ്. അത് നമുക്ക് അത് മാത്രമൊന്നുമല്ല, എല്ലാം കൊണ്ടുവന്ന് അതിനകത്ത് ഇതെല്ലാം കട്ട് ചെയ്തെല്ലാം. ഈ ചെടി ആദ്യം കൊണ്ടുവരുന്നപ്പോൾ ഞങ്ങൾ ഓർത്തില്ല ഇത്രയും വളരുമെന്ന്. പക്ഷെ ആര്യായിരുന്നു അതെങ്ങനെയൊക്കെയോ ഇത്രയും വളർത്തിയെടുത്തത്. അതിനെപ്പറ്റി പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ മിന്നൂസിലേക്ക് എടുത്തെത്തി ഞങ്ങൾ. പിന്നെ അവിടെ ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ മിന്നൂസിൽ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആര്യ ഇവിടെ എന്തോ സീരീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓയ് വാ ഫുഡ് കഴിക്കാം. എനിക്ക് ഗൈസ് അങ്ങനെ ആര്യം എണീറ്റു. മിന്നൂസിൽ അവിടെ എഴുന്നേറ്റിരിപ്പുണ്ട്. അനീന ജോളി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെടുക്കുകയാണ് ഗൈസ്? ഇങ്ങനെയാണ് കേട്ടോ അവൾ തലയും കുത്തി നിൽക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. തലയും കുത്തി നിൽക്കുന്നതാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. സമയം പോയതുകൊണ്ട് ഓടിപ്പോവാണ് ഞങ്ങൾ. കാരണം 2 മണി വരെ ഉള്ളൂ നമുക്ക് ഫുഡ്. യോ ഗൈസ് പാടം കണ്ടിട്ടുണ്ട്. അതെ, ഫുഡ് കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് പോവാം. ചോറ് തരുന്നു ഗൈസ്. ഇവിടെ ഒന്ന് അഭിനയിക്കാം. അപ്പോൾ നമുക്കിന്ന് ദാലാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിന്ന് കഴിക്കാൻ പപ്പടം, ചമ്മന്തിപ്പൊടി, അച്ചാറ്, ദാല് ഒക്കെയാണ് ഗൈസ്. നമുക്കിത് പിന്നെ ഉള്ളി ചാലിച്ചതും കൂടെ ഉണ്ട്. എരിവ് കൂടുതലാണ്. നമ്മള് ചോറൊക്കെ ഉണ്ട് വന്നു. ഇപ്പൊ സമയം 2:30 നമ്മൾ 2 മണിയായപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയത്. നമുക്ക് 2 മണി വരെ ഇവിടെ ഫുഡ് ഉള്ളൂ. നെക്സ്റ്റ് ടൈം 2 മണി വരെ. പക്ഷെ എന്തോ ഭാഗ്യം നമുക്ക് ചോറ് കിട്ടി. അത് അടിയെന്നാട്ടോ നമ്മള് കോരി എടുത്തത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ 3 മണിയൊക്കെ ആകുമ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കും. നമ്മൾ ഫുൾ പഠിത്തമായിരിക്കും ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ ഒരു ഫേസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, കളി തമാശ. അപ്പം ഞങ്ങളുടെ ഒരു ഫേസ് മാത്രമേ രണ്ടാമത്തെ ഞങ്ങളുടെ ഫേസ് നിങ്ങൾ ഇന്ന് 3 മണി തൊട്ട് കാണാൻ വേണ്ടി പോവാണ്. ഇനി ഞങ്ങൾ ബി സീരിയസ്. ഞാൻ അനീന മിന്നു ഫുലിൽ ഊവാന്ന് പറയുന്നത് ഇവളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ഇവളും സീരിയസ് 5 മിനിറ്റ് അല്ല 10-15 മിനിറ്റ് ആരൊക്കെ ഇവിടെ ഉറങ്ങുന്നു. ബെറ്റ് വെക്കുന്നു. 5 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. വരട്ടെ, നമ്മളെല്ലാവരും പരിഹസിച്ച് വെച്ചേക്കോ പഠിക്കത്തില്ല. പക്ഷെ അത് നമ്മൾ മാറ്റിയെടുക്കണം. ലാസ്റ്റ് ആവും നമ്മൾ പഠിച്ചിരിക്കും. പഠിക്കണം, നമുക്ക് അത് നമ്മുടെ ആവശ്യമാണല്ലോ. അയ്യോ ആരെയും പറയുന്നത് അല്ല. നമ്മൾ ഒരു കോൾ വന്നു ഇല്ല ഗൈസ്. നമ്മൾ അത്യാവശ്യം നമ്മൾ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ടീമൊന്നുമല്ല. പഠിക്കുമ്പോൾ വൃത്തിക്ക് പഠിക്കും. അങ്ങനത്തെ സാധനങ്ങളാണ്. ഇപ്പൊ നഴ്സിംഗ് ആണ്. ഞങ്ങൾക്ക് റാങ്ക് അങ്ങനെയൊന്നും അഹങ്കാരം പറയുമല്ല, ബട്ട് പാസ്സാകും, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ 3 മണി തൊട്ട് പഠിക്കാൻ വേണ്ടിയിരിക്കാം. നമ്മൾ കുറച്ച് ലാഗ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്ക് വയ്യാഴികൊക്കെ വന്നു. കാരണം നമുക്ക് പഠിക്കാൻ കോൺസെൻട്രേറ്റ് നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് വേദന എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നാളത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫുള്ള് സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. സ്റ്റഡി ലീവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. സോ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് നമ്മൾ നാളെ രാവിലെ എണീക്കും. അതുള്ള കാര്യമാണ്. അല്ല ബിനോയ്, നമ്മുടെ രാവിലെ 10 മണിക്കുള്ളൂ. അതിനോട് കഴിച്ച് ഇന്ന് 9 മണിക്ക് എണീറ്റ് 10 മണിക്ക് പഠിക്കാതിരുന്നായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ പ്രകാരം 3:30 ആയപ്പോഴത്തേന് പഠിക്കാൻ വേണ്ടി ഇരുന്നു. നമുക്ക് വീട്ടിലൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ വിളിച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്.
നല്ല തൂത്ത് ഉടച്ച് വൃത്തിയാക്കുന്നത് പുള്ളിക്കാരൻ നൈസായിട്ടാ നിങ്ങൾ. ഞാൻ കസേര ഞാൻ നോക്കുമ്പം ഒരു കസേര നല്ല വൃത്തിക്ക് ഇരിക്കുന്നു. അപ്പൊ ഞാനിങ്ങ എടുത്തിട്ട് പോകുന്നു. ഞാൻ പൊട്ടനാ. നമ്മളെല്ലാം പഠിച്ചിട്ട് കാണുന്നതായിരിക്കും അല്ല, എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഓക്കെ ഗായ്സ് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു മണിക്കൂർ തികച്ചിരുന്നിട്ടുണ്ടാവില്ല. നമ്മുടെ സയൻസ് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ കോൺസെൻട്രേറ്റ് 1 മണിക്കൂറും 6 മിനിറ്റും ഞങ്ങൾ 6 മിനിറ്റ് ഇല്ല നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഒരു എന്ത് സാരത്തില് സംഭവത്തില് സോ അതിനിടയ്ക്ക് പൊതുപ്പൊക്കെ മടങ്ങിയിരുന്ന നമ്മൾ എണീക്കുള്ള കാരണം വെച്ചാൽ മടി കൊണ്ട് നമുക്ക് ഇവിടെ താഴെ എന്താന്ന് പറഞ്ഞ് പഴംപൊരി കഴിക്കാൻ വേണ്ടി എന്ത് സാധനം കണ്ട ഉറക്കത്തിന് എഴുന്നേറ്റ പോലെ ഉണ്ടല്ലോ. അതെ തന്നെ അതെ തന്നെ. ആരാ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്? പഴംപൊരി കഴിക്കുക. പഠിച്ചുകൊണ്ട് ഞങ്ങൾ അടിച്ചിട്ട് പറയാ ഇത് പഴംപൊരിയാണ്. അതിനുവേണ്ടി മാത്രമല്ല ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. നമുക്ക് സുഖിയ മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. പഴംപൊരിയാ പഴംപൊരി. ഞങ്ങളുടെ നാട്ടിലെ ഏത്തക്കാപ്പം എങ്ങനെയാണ്? അവരുടെ നാട്ടിലെ ഏത്തക്കാപ്പം അങ്ങനെയാണ്. ഇവിടെ ഒരാൾക്ക് മാവ് മതി, ഇരുട്ടാണ്. ഒരാൾക്ക് മാവും ഒരാൾക്ക് പയറും മാത്രം മതി. ശരിയെന്ന് തന്നെ അരിനജോളിക്ക് അവലും മതി. ഞാൻ എണ്ണ കുടിക്കും വേണ്ടി അത്. നമ്മുടെ നാട്ടിലെ സുഖിനെക്കാട്ടി മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ക്ലിയർ അല്ല വ്യക്തമാണ്. നാട്ടിലെ സുഖിനകത്ത് പയറും പഞ്ചസാരയൊക്കെ നല്ല ഇതായിട്ട് എല്ലാവർക്കും ഒരു ജ്യൂസി ഫ്ലേവർ ആയിരിക്കും. അതിനകത്ത് അവലൊക്കെ ഇട്ട് അവല ഏറ്റവും കൂടുതൽ നിൽക്കുന്നതിനകത്ത്. നമ്മൾ കുറച്ച് പ്രകൃതിനെ ഭംഗി ആസ്വദിക്കാൻ ഇറങ്ങിയേക്കുന്നതാണ്. ആരാ പ്രകൃതി എക്സാം ടൈം ആകുമ്പോഴാണ് നമുക്കിങ്ങനെ ചായ കുടിക്കാൻ തോന്നുന്നത്, ടാറ്റ മെസ്സിലേക്ക് ഇറങ്ങി വരാൻ തോന്നുന്നത്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തോന്നുന്നത്. അല്ലാത്തപ്പോൾ എല്ലാവരും പോകും. ഇപ്പോൾ ഞങ്ങളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഹോസ്റ്റലായതുകൊണ്ട് നമുക്ക് എല്ലാവരെ പറ്റി അറിയാം. എല്ലാവരും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. സംസാരം കൂടും, ചായ ഇട്ട് കുടിക്കാൻ തോന്നും. ഓരോന്നും ഓരോ അഹങ്കാരങ്ങൾ നമുക്ക് തോന്നി തുടങ്ങുന്നത് എക്സാമിൻ്റെ ടൈം ആയിരിക്കും. പിന്നെ ഉറക്കം കൂടുതൽ. പിന്നെ ഞങ്ങളുടെ എക്സാം മിക്കവാറും ഈ ഒരു ഇത് ഈസ്റ്ററിൻ്റെ ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഈ ഒരു ഡിസംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ജാനുവരി അങ്ങനെയൊക്കെ ആയിരിക്കും. ഭയങ്കര തണുപ്പും മഴയുള്ള സമയങ്ങളിലായിരിക്കും. അതിന് എന്തോ പണ്ടോട്ടേ ഉള്ള ഒരു ഇതാണ്, ഒരാചാരമാണ്. ഇച്ചിരി അടുപ്പിച്ച് നിന്നാൽ 3 നേരം കിട്ടുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഗൈസ് നമ്മളങ്ങനെ മെസ്സിലൊക്കെ പോയി സുഖിയൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പം ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടും കൂടെ മാനേജ് ചെയ്യണം, പഠിത്തം പ്ലസ് നമ്മുടെ ഷോർട്സ് വീഡിയോ. സോ നമ്മളത് നമ്മുടെ ഈ സാധനമൊന്നുമില്ല, കണ്ടൻറ്റൊന്നുമില്ല. സോ നമ്മുടെ കയ്യിലുള്ള ഒരു നമ്മുടെ കയ്യിലുള്ളൊരു പാസ്ത നമുക്ക് ആ പാസ്ത ഇഷ്ടമല്ല. അതുണ്ടാക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാൻ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആവോന്നറിയില്ല. ഒരു അപ്പം അതിൻ്റെ ഒരു ഉള്ളിൽ അതെ കൊച്ചുള്ളിയൊക്കെ നമ്മൾ ഇതാക്കി സെറ്റാക്കി എടുക്കുകയാണ്. നമ്മൾ പിടിക്കാൻ വേണ്ടി നിൽക്കുക ആണെന്തോ പറയുന്നുണ്ട്. എന്തോ കാരണം നമ്മുടെ കൊച്ചുള്ളി എല്ലാം ചീത്തായി പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ട് പണിയെടുക്കുന്നു ഗൈസ്. വിളിച്ച് നിർത്തി പണിയെടുപ്പിക്കുന്നു. വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് നിന്നെയാണ് ഗൈസ്. അങ്ങനെ പല അപമാനങ്ങളും കേൾക്കും. ഉള്ളി പിടിച്ച് സഹായിക്കുന്നു. അതെ, ഭയങ്കര വീഡിയോ എടുത്ത് സഹായിക്കുന്നു. നമ്മളപ്പോൾ പാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് നമ്മൾ കുറച്ചാട്ടോ എടുത്തിട്ടുള്ള, കാരണം നമുക്ക് അറിയില്ല എങ്ങനെ തീരുന്നു. വേസ്റ്റ് ആക്കാൻ നമുക്ക് താല്പര്യമില്ല. അപ്പം നമുക്ക് ഇച്ചിരി ഉണ്ടാക്കി നോക്കാം. ആദ്യം മസാലയൊക്കെ ഇട്ട് ഉള്ളിയായിട്ട് ഇട്ടത്, മസാല അല്ല, ഉള്ളിയിട്ട് മസാല ഇട്ട് സെറ്റാക്കി മൂത്ത് വരണം. നമ്മൾ ഇളക്കുവാണ്, കാരണം മൂത്ത് വന്നിട്ട് നമുക്ക് ഇടാൻ പറ്റും. കാണിച്ചു ഒരു പുഴുവിനെ പോലെ കിരിയും ഗൈസ്. തെന്നി പോകുന്നൊരു ഒരു സ്ട്രക്ചറാണ്, അറിയില്ല എന്താവുന്നു. ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ. വേറൊരു കാര്യം ഇതില്ലാതെ പറ്റത്തില്ല ഗൈസ്. നമ്മൾ ഷോർട്സിനെടുത്ത പാസ്ത ആണ് നമ്മൾ ഫുള്ള് കഴിച്ച്
പാത്രം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വിശക്കുന്നുണ്ട്, നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഫ്ലോപ്പാന്ന് വിചാരിച്ച സാധനമൊക്കെ സക്സസ് ആയി മാറുകയാണ്. സോ നമ്മൾ ബാക്കിയിരുന്ന പാസ്തയും കൂടെ ഇനി പ്രിപ്പയർ ചെയ്യുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. അതാണ് ഈ പാത്രത്തിനകത്ത് അതിൻ്റെ രഹസ്യം കാണാൻ പറ്റും നിങ്ങൾക്ക്. ഗൈസ് നമ്മൾ ഇപ്പം നമ്മുടെ അവിൽ മിൽക്ക് ടൈമാണ്. നമ്മൾ കുറച്ച് ദിവസമായി കോഫി ടൈം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിൽ മിൽക്ക് ടൈം ഉണ്ട്. കുറച്ച് ദിവസമായി നമ്മൾ അവിൽ മിൽക്ക് കുടിച്ചിട്ട്. ഇല്ലില്ല, രണ്ട് ദിവസത്തോളമായി. നമുക്കത് വലിയൊരു ഗ്യാപ്പാണ്. സോ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ ഫ്രണ്ട് പുറത്തുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ മേടിപ്പിച്ചു. സോ ഗൈസ് നമ്മളങ്ങനെ പാസ്തയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ധൃതി നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് നമ്മൾ അവൽ മിൽക്ക് കുടിച്ചു. എല്ലാം കൂടെ സെറ്റാക്കി നമുക്ക് ഫുഡ് കഴിക്കണം വൈകുന്നേരം. അപ്പം ഇനി പഠിക്കണം. പിന്നെ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. കുറേ ചായം തോന്നുന്നു. സോ നാളെ നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു മിനി വ്ലോഗാണ്, നമ്മൾ എന്താ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.